കേരളത്തിൽ ലഹരി ഒഴുകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണ് കൊച്ചി. പോലീസിന്റെ ഡി ഹണ്ട് കൊച്ചിയിൽ എത്രത്തോളം ഫലപ്രദമാണ്? മറൈൻ ഡ്രൈവിലെ ലഹരി കച്ചവടക്കാർ ഇപ്പോൾ മറ്റിടങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. ന്യൂസ് 18 അന്വേഷണം. നൈറ്റ് ലൈഫും DJ പാർട്ടികളും ലഹരി മാഫിയയുമെല്ലാം അരങ്ങുവാഴുന്ന കൊച്ചി നഗരമാണിത്. രാത്രിയായാൽ അക്രമ സംഭവങ്ങളും പതിവ്. ഈ സമീപ ദിവസങ്ങളിൽ കുടുംബങ്ങളിലും സമൂഹത്തിലും ഭീതി പരത്തി ലഹരിക്കടിമകളായ കുട്ടികളും യുവാക്കളും അഴിഞ്ഞാടുന്നതോടെ പോലീസും എക്സൈസും ശക്തമായ ഇടപെടൽ നടത്തുന്നുണ്ട്. പലയിടങ്ങളിലും റെയ്ഡും പരിശോധനയും നടത്തുന്നുണ്ട്. എന്നിട്ട് കൊച്ചി നഗരത്തിലുൾപ്പെടെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ലഹരി മാഫിയയെ കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു അന്വേഷണം നടത്തുകയാണ് ന്യൂസ് 18. കൊച്ചി നഗരത്തിൽ രാത്രിയും പകലും സ്വസ്ഥമായിരിക്കാനും വിനോദസഞ്ചാരത്തിനുമായി ആളുകൾ എത്തിയിരുന്ന സ്ഥലമാണ് ഈ മറൈൻ ഡ്രൈവ്. മുൻപ് ലഹരി മാഫിയയുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും വിഹാര കേന്ദ്രം. ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെയും അക്രമ സംഭവങ്ങൾ ഇവിടെ പതിവായിരുന്നു. എന്നാൽ പിന്നീട് പോലീസിന്റെ ശക്തമായ ഇടപെടലുണ്ടായി. രാത്രി 12 മണിക്ക് ശേഷം പൂർണ്ണമായ നിയന്ത്രണവും ഏർപ്പെടുത്തി. അതോടെ മറൈൻ ഡ്രൈവിൽ ഈ 10 മണി സമയത്തും ഇവിടുത്തെ അവസ്ഥയാണിത്. പൂർണ്ണമായും ഒരു പരിധിവരെയും ജനങ്ങൾ ഒഴിഞ്ഞ അവസ്ഥ. പോലീസിന്റെയും GCD ഏർപ്പെടുത്തിയ സെക്യൂരിറ്റി ഗാർഡിന്റെയും നിരീക്ഷണം ശക്തമായതോടെ ലഹരി സംഘങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് അവരുടെ താവളം മാറ്റിയിരിക്കുകയാണ്. മറൈൻ ഡ്രൈവിൽ പോലീസിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടായതോടെ 2 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ഈ ക്യൂൻസ് വാക്ക്വേയിലേക്കാണ് ലഹരി സംഘങ്ങൾ ചുവടുമാറ്റിയത്. രാത്രിയും പകലും മാത്രമല്ല, പുലർച്ചെ വരെയും ഇടപാടുകൾ സജീവം. പെൺകുട്ടികൾ ഉൾപ്പെടുന്ന വലിയ സംഘങ്ങൾ പലയിടങ്ങളിലും തമ്പടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 2 ലഹരി സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയതും ഇവിടെ വെച്ചാണ്. കൊച്ചി നഗരഹൃദയത്തോട് ചേർന്ന് ഹൈക്കോടതിയുടെ തൊട്ടു പിൻവശത്ത് മംഗളവനവും ഓൾഡ് റെയിൽവേ സ്റ്റേഷനും ഉൾപ്പെടുന്ന പ്രദേശമാണിത്. രാത്രി 11 മണിക്ക് ശേഷം ഞങ്ങളിവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ചകളാണിത്. പെൺകുട്ടികളുമായി യുവാക്കൾ പലയിടങ്ങളിലും പല ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും വന്നിരിക്കുന്നു. ചിലർ ലഹരി ഉപയോഗിക്കുന്ന കാഴ്ചകളും കണ്ടു. കൊച്ചിയിൽ ലഹരി ഇടപാടുകൾ നടക്കുന്ന പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് കലൂർ സ്റ്റേഡിയവും പരിസര പ്രദേശങ്ങളും. നിരവധി മാഫിയ സംഘങ്ങൾ ഇവിടെ താവളമടിക്കുന്നുണ്ട്. പരസ്യമായും രഹസ്യമായും ലഹരി വിൽപ്പന തകൃതിയായി നടക്കുന്നു. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമാണ് പോലീസിന്റെ പരിശോധന. കണ്ണിൽ പൊടിയിടാനുള്ള റെയ്ഡും പരിശോധനയുമല്ല വേണ്ടത്. ലഹരി മാഫിയയെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള നടപടിയാണ് അനിവാര്യം. ശ്യാംലാലിനൊപ്പം കൊച്ചിയിൽ നിന്നും ടോം കുര്യാക്കോസ്, ന്യൂസ് 18.